ഇത് കാലത്ത് പുറപ്പെട്ട് ബ്ലൂബെൽ ഫോറസ്റ്റ് കാണാനുള്ള ആക്രാന്തത്തിൽ ഇറങ്ങി ഓടിയൊരു വീഡിയോ ആണ്. എന്തായി തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റൈൽ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ട് മുതലേ മുടിയിൽ പല പല കൊട്ടാരങ്ങൾ കെട്ടൽ എൻ്റെ ഒരു വീക്ക്നെസ് പരിപാടിയാണ്. ഇന്ന് ചുമ്മാ എൻ്റെ ഗാലറി തപ്പിപ്പോയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഷോർട്ട് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്താണ് ബ്ലൂബെൽ വിസിറ്റിൻ്റെ, ബട്ട് അതിൻ്റെ ലോങ് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കിടക്കുമായിരുന്നു. സമയവും സന്ദർഭവും കാലവും ഒക്കെ നോക്കി ഞാനത് എഡിറ്റ് ചെയ്യാണ്ട് മാറ്റി മാറ്റി വെച്ചിരുന്നായിരുന്നു. ബട്ട് ഇന്ന് സ്റ്റോറേജ് ഫുൾ എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ തപ്പിച്ചെന്നത്. അങ്ങനെ ഇത് ബ്ലൂബെൽ ഫോറസ്റ്റ് കാണാൻ പോയ കഥയാണ്. ഓൾറെഡി സ്റ്റോറി നിങ്ങൾക്കറിയാം, എന്നാലും അതിൻ്റെ കുറച്ചും കൂടി സീക്വൻസസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു കുട്ടി വലിയ വീഡിയോ. ഇതിൻ്റെ അകത്ത് ഷോർട്സിൽ ഇതൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ ഒരെണ്ണം പാരലായിട്ടും ഒരെണ്ണം ഹൊറിസോണ്ടലായിട്ടും എടുക്കുന്നതുകൊണ്ടാണ്. ഈ പുല്ല് നിൽക്കുന്ന ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ അവിടെ പശുവിനെയൊക്കെ വളർത്തുന്നവർ ഇങ്ങനെ പുല്ല് നട്ടുപിടിപ്പിക്കത്തില്ലേ? ഈ വേനൽക്കാലങ്ങളിൽ പുല്ല് കിട്ടാണ്ട് വരുമ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് പുല്ലെന്നോ CO3 പുല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ അവിടെ പറയും കേട്ടോ. രാജക്കാട് സൈഡിലോട്ട് അങ്ങനെ പറയും, മറ്റുള്ള മേഖലയിലോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ 1.5 മണിക്കൂർ ഞങ്ങൾ സൈക്കിൾ ഓടിച്ചോടിച്ച് ഏതോ കാട്ടിലെത്തി. പക്ഷെ ഇത് കണ്ടിട്ട് വീട്ടിലെ പറമ്പിക്കൂടെയൊക്കെ നടക്കുന്ന പോലെ ഉണ്ട്. പതിനേരം ശ്വാസം മുട്ടി റോട്ടിലിരിക്കുമായിരുന്നു ഞാൻ. ഇവിടെ എനർജറ്റിക് ആയിരുന്നു, കുറേ നേരം ഓടിച്ചു. ഇല്ല സൺകുട്ടി ബ്ലൂബെല്ല് കിട്ടിയില്ലെങ്കിൽ ടുഡേ ഇറ്റ് വിൽ ബി മൂഞ്ചി ഫൈൻഡ്. പാക്കണോ ബ്ലൂബെല്ലെ പാക്കണോ. സോ ഇതായിരുന്നു ആക്ച്വലി ഞങ്ങളുടെ ജേർണിയുടെ സ്റ്റാർട്ടിങ്. ആ കാട്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ കാട് മല ഡോറിയുടെ വീട് എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. മാപ്പൊക്കെ കയ്യിലുണ്ടെങ്കിലും നാനാ ഭാഗത്തോടെയാണ് ഞങ്ങൾ ചെതറി തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ നീല ചെടികൾ കാണുമ്പോൾ ദേണ്ട നിൽക്കുന്നു ബ്ലൂബെല്ല് എന്ന് പറഞ്ഞ് ഓരോരുത്തർ 4 വഴി ഓടും. ലാസ്റ്റ് ആ 4 കൂടിയ ജംഗ്ഷനിൽ വരുന്നതാണ് ഞങ്ങൾ കണ്ടെത്തിയത് ഒരു മണിക്കൂറിന് ശേഷം. ഇത് ഒരു സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ബ്ലൂബെൽ എന്നായിരുന്നു ആദ്യം തോന്നിയത്. ഈ വെളുത്ത പൂവുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് നമ്മുടെ വെളുത്തുള്ളിയുടെ മണമായിരുന്നു അതിന്. ഞങ്ങളിങ്ങനെ മണത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് നല്ല മണം, നല്ല പരിചിതമായൊരു മണം. അത് വെളുത്തുള്ളി അങ്ങനെ എന്തോ ഒരു സാധനമാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ 2 സൈഡിൽ നിറയെ ബ്ലൂ കളർ കാണാനുണ്ടായിരുന്നു, പക്ഷേ അതത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഗൈഡ് എൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിങ്ങനെ നടന്നിപ്പോൾ മാപ്പിൻ്റെ വഴിക്കും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് നടന്നതുകൊണ്ട് ഏതോ ഒരു സ്ഥലത്ത് പക്ഷേ നല്ല റാൻഡമായിട്ട് കുറച്ച് ബ്ലൂ കളറ് കാണാൻ പറ്റി. പണ്ടേ എന്നെ ഇങ്ങോട്ടേക്കും സെറ്റ് കാണാൻ പോകുന്നതിനേക്കാളും കൂടുതൽ കാട്ടിപ്പോകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പുറപ്പെടൽ എനിക്ക് കുറച്ച് കൂടിയ ഒരു ഇനമാണ്. എന്തുകൊണ്ടോ കൺട്രി സൈഡ് മരങ്ങൾ, പുഴകൾ, പൂക്കൾ, അതിനോട് നമുക്ക് പണ്ടേ ഒരു ക്രേസിനെസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവരിങ്ങനെ ഇവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ചാടി പുറപ്പെട്ടു പോയത്. അങ്ങനെ ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് ഇതിൻ്റെ അവസാന മൂലയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ റോഡിൻ്റെ അങ്ങേയറ്റം ചെന്നാലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. കുറേ നടന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഗിൾ മാപ്പ് നോക്കി അവരോട് കാണിക്കുന്ന വഴി കറക്റ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പിന്നെ ഗൂഗിൾ മാപ്പൊന്നും നോക്കാൻ നിന്നില്ല. നേരെ വാ, ആ ഒരു മൂടായിരുന്നു. പുറകിലെ കൂട്ടിൽ 2 പശുവിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെയുണ്ട് പശുണ്ട്. ആ കൂട്ടി 2 സുന്ദരി പശുക്കളുണ്ടായിരുന്നു. എങ്ങനെ അവരെ കാണുമെന്നും പറഞ്ഞ് വന്നപ്പോഴാണ് ദേണ്ട നിൽക്കുന്നു. അതിൻ്റെ ആ വഴിക്കാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ടേക്ക് എത്തിച്ചേർന്നത്. ദാറ്റ് മീൻസ് ഞങ്ങൾ വല്ലവൻ്റെ പറമ്പിക്കൂടെയാണ് ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത്. ആ പുള്ളി ചാടി വരുന്നതിനപ്പുറം തന്നെ ഞങ്ങൾ ഓടി. അത് വേറെ കഥ. എങ്ങനെയൊക്കെയോ നടന്നും തിരിഞ്ഞ് കാട്ടിക്കോടെയും മേട്ടിക്കോടെയൊക്കെ കയറി ഇറങ്ങി ഒരു എൻ്റയർ ഡേ ഞങ്ങൾ സൈക്കിള് ചവിട്ടും കാട് ചുറ്റലും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ട്.